ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മക്കൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1 +2 ഒരു ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു പാരൻ്റ് എന്ന നിലയിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 15-18 വയസ്സിനിടയിലുള്ള കുട്ടികളാണല്ലോ ഈ ഒരു ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷണൽ സപ്പോർട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ മക്കളുടെ അന്നത്തെ ദിവസത്തെ മൂഡ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അവർ അന്നത്തെ ദിവസം അവർക്ക് ടെൻഷൻ ഉണ്ടായോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ പേടിയുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുമായിട്ട് സംസാരിക്കുക എന്നുള്ളതും പഠന കാര്യങ്ങൾ മാത്രം ചോദിക്കാതെ അവരുടെ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അന്നത്തെ ദിവസം അവർ ഏറ്റവും സന്തോഷം അനുഭവിച്ചത് എപ്പോഴാണ്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ടൊരു ടെൻഷൻ ഉണ്ടായത് എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പഠന കാര്യങ്ങളിൽ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മാതാപിതാക്കളെല്ലാം തന്നെ കുട്ടിയുമായിട്ട് കുറച്ച് സമയം നല്ല രീതിയിൽ ഉപയോഗിക്കണം. പലപ്പോഴും കാണാറുള്ളത് മാതാപിതാക്കൾ മക്കളോട് പഠനകാര്യങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കുന്നതാണ്. കുട്ടികളോട് വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും പറയാനുള്ളത് പഠിക്ക് എന്ന് മാത്രം പറയുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള കംപ്ലയിൻസ് ആണ്. അപ്പോൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ ആകുലരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു +2 കാലഘട്ടം പഠിച്ചാൽ മാത്രം പോരല്ലോ, അവർ നല്ല വ്യക്തികളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകാരമുള്ള നല്ല വ്യക്തികളായിട്ട് തീരണമെങ്കിൽ തീർച്ചയായിട്ടും പഠനത്തോടൊപ്പം അവർക്ക് മാതാപിതാക്കളോടുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ കുട്ടിയുടെ മൂഡ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി അന്നത്തെ ദിവസത്തെ പഠനമായി സംബന്ധിച്ചതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത് പറയാനുള്ളത് അവോയ്ഡ് ഇമ്മീഡിയറ്റ് അഡ്വൈസ് ഓർ കറക്ഷൻ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുട്ടി വന്ന് ഇപ്പോൾ അധ്യാപകരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ എന്തെങ്കിലും ഒരു കുറ്റം അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടായ ഒരു കാര്യം മാതാപിതാക്കളോട് വന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പാടെ തന്നെ നമ്മളങ്ങ് അറ്റാക്ക് ചെയ്യും കുട്ടികളെ. അത് നിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നൊക്കെ രീതിയിൽ കുട്ടികളെ പെട്ടെന്ന് നമ്മളങ്ങ് വാലിഡേറ്റ് ചെയ്യും. അതിന് പകരം കുട്ടി പറയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് ഒരു സന്നദ്ധത കാണിക്കുക. പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് അതിലെ തെറ്റും ശരിയും അവർക്ക് വിവേചിച്ചു കൊടുക്കുക. എന്ത് തെറ്റ് തന്നെ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ തെറ്റും ശരിയും വേർതിരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട്, അതായത് മാതാപിതാക്കളും കുട്ടിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ നേരിടാനായിട്ടും തയ്യാറാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠനത്തിൽ അവർക്ക് ഒരു ഇൻ്റർവെൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, 5 മിനിറ്റ്സ് എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 50 മിനിറ്റ്സ് ഇരുന്ന് പഠിച്ചാൽ 10 മിനിറ്റ് സമയം ബുക്കെല്ലാം അടച്ച് വെച്ചിട്ട് നമ്മൾ മൈൻഡിൽ ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളത് ഒന്ന് ഓർത്തെടുത്തൊക്കെ നോക്കുക.
അത് കഴിയുമ്പോൾ പിന്നത്തെ 5 മിനിറ്റ് സമയം അവിടെ നിന്ന് എണീറ്റ് നടക്കുക എന്നുള്ള ആ ഒരു ടൈം റൂൾ പാലിച്ചു കഴിഞ്ഞാൽ പഠനം കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവും. ഒരുപാട് സമയം ഇരുന്ന് പഠിക്കരുത് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ കമ്പാരിസൺ. നമ്മൾ മാതാപിതാക്കൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കൊളീഗ്സിൻ്റെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിൻ്റെ പോലെയോ ആരുമല്ല നമ്മൾ, അല്ലേ? നമ്മൾ വളരെ യൂണീക്കാണ്. നമ്മളെപ്പോലെ മറ്റാരും തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. അപ്പോൾ വീട്ടിലുള്ള കുട്ടികളെ തന്നെ ആയാലും കമ്പയർ ചെയ്ത് പറയരുത് ഒരിക്കലും. അപ്പോൾ മൂത്ത കുട്ടി നന്നായി പഠിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആളെ കണ്ടുപിടിക്കുക. നീയും നിൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാവരും ഈ ഒരേ ക്ലാസ് തന്നെയല്ലേ കേട്ടത്, എന്നിട്ട് അവർക്ക് ഇത്ര മാർക്ക് കിട്ടുന്നുണ്ട്, നിനക്ക് എന്താ ഇത്ര കുറഞ്ഞു പോയേ എന്നുള്ള രീതിയിൽ കമ്പാരിസൺസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്കങ്ങനെയൊക്കെ പറയാൻ തോന്നും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കമ്പാരിസൺ എപ്പോഴും നമ്മുടെ കുട്ടികളെ ഡള്ളാക്കും. അവർക്ക് ഉള്ള കഴിവുകളെ, അവരുടെ പൊട്ടൻഷ്യലിനെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും അവരെ സഹായിക്കുന്ന ഒന്നല്ല ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെ മറ്റുള്ളവർ കമ്പയർ ചെയ്യുന്നത് നമുക്കിഷ്ടമാണോ? തീർച്ചയായിട്ടും അല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്കും അത് തീരെ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കാമായിട്ടിരിക്കുക. അതായത് പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കൊണ്ടുവന്ന് മാർക്ക് കാണിക്കുന്ന സമയത്ത് ടെമ്പർ കൂടി ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളെ പഠനകാര്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയുള്ളൂ. നമ്മൾ ദേഷ്യപ്പെടുമെന്ന് ഓർത്തിട്ട് അവർ നന്നായി പഠിക്കുമെന്ന് ഉള്ള തെറ്റിദ്ധാരണ ഒരു മാതാപിതാക്കൾക്കും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നമ്മുടെ ദേഷ്യം തീർക്കാനാണെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് കാലം ഈ വാക്കുകൾ അവരുടെ മനസ്സിൽ നിൽക്കും. അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം കുറയാനും പിന്നീട് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പറയാതിരിക്കാനൊക്കെ അത് കാരണമാകും. അപ്പോൾ മക്കളുടെ അടുത്ത് പഠന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് വളരെ കാമായിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കണം. അത് ഈ ഒരു പരീക്ഷാകാലത്തല്ല പഠിപ്പിക്കേണ്ടത്, അതിന് മുൻപേ തന്നെ പഠിപ്പിക്കണം. എന്നിരുന്നാലും അവർക്ക് ഓരോ ദിവസം, അതായത് അവർക്ക് എക്സാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് പേടിയാണോ, അതായത് ഫിയർ എലമെൻ്റ് ആണോ വരുന്നത്, അല്ലെങ്കിൽ ആങ്സൈറ്റി ആണോ വരുന്നത്, അല്ലെങ്കിൽ പഠിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് ഒരു സങ്കടമാണോ തോന്നുന്നത്, വിഷമാണോ തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവർ നമ്മൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് കൺഫ്യൂഷനാണോ ഉണ്ടാകുന്നത്, പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കൺഫ്യൂഷനാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ പരീക്ഷ, എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക, എനിക്കത് നന്നായി എഴുതാൻ പറ്റുമോ, വിചാരിച്ച പോലെ മാർക്ക് കിട്ടുമോ എന്നുള്ളത്, അത് ഒരു ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ അവരുടെ ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരെ സഹായിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. പല കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അവർക്ക് തന്നെ ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ ഇത്തരം കാര്യത്തിലും കൂടെ അവരൊന്നും സഹായിക്കണം, പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതും
ഇതൊരു നോളജാണ് ശരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഈ ഒരു നോളജിനെ നിങ്ങളുടേതായ രീതിയിൽ വിസ്ഡമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. വിസ്ഡമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ നല്ല രീതിയിൽ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് അവർക്ക് പഠിച്ച് ഉന്നത വിജയം കൈവരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഓരോ മാതാപിതാക്കളും യുണീക്കാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളും യുണീക്കാണ്. അപ്പോൾ ചിലപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു 2025 ഡിസംബർ വരേക്കും കുറച്ച് കുട്ടികളെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.